بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى النار تدعونني لأكفر بالله وأشرك به ما ليس لي به علم وأنا أدعوكم إلى العزيز الغفار. വേദിയിലുള്ള കേരള നദവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ അസീസ് സാഹിബ്, കോഴിക്കോട് സൗത്ത് ജില്ലയുടെ KNM പ്രസിഡന്റ് ബഹുമാനായ PO അബ്ദുൽ ലത്തീഫ് സാഹിബ്, മറ്റു പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭാരവാഹികളെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ശബ്ദമുഖരിതമായ ഈ ദേശീയപാതയുടെ ഓരത്ത് കേരളത്തിലെ മറ്റൊരു ഓർഗനൈസേഷനും ചർച്ച ചെയ്യാൻ കഴിയാത്ത, കേരളത്തിലെ മറ്റൊരു കൂട്ടായ്മക്കും അവകാശപ്പെടാനില്ലാത്ത ചില അവകാശവാദങ്ങളും ചരിത്രപരമായ രേഖകളും
ചരിത്രമുടനീളം സാക്ഷിയായ ഓർമ്മകളുമൊക്കെ അയവിറക്കാവുന്ന ഒരു പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് ചേരുന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം നൽകുകയും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനും ജനിക്കാനും മുന്നേറാനുമുള്ള ആത്മവിശ്വാസത്തെയും ഉൾക്കരുത്തിനെയും സമ്മാനിക്കുകയും ചെയ്ത ഒരു മഹാപ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ അത് ചെയ്തു തീർത്ത ദൗത്യങ്ങളെ സംബന്ധിച്ച ഓർമ്മപ്പെടുത്തലുകളുമായി, ചരിത്രത്തിൽ അത് ഉയർത്തിവിട്ട അതിശക്തമായ പടപ്പാട്ടുകളുടെ ഉണർത്തുമായി, അതോടൊപ്പം ആ ശക്തമായ യാത്രക്ക് ആ പ്രസ്ഥാനത്തെ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ ആ ശക്തമായ യാത്രക്ക് ആ പ്രസ്ഥാനത്തെ അതിന് ശക്തി പകർന്ന അതിൻ്റെ മൗലികതയെ സംബന്ധിച്ച ചിന്തകളുമായി ഇതേ കോഴിക്കോട് പട്ടണത്തിൽ ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന മഹത്തായ സമ്മേളനത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തീർച്ചയായും ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. കുഞ്ഞാലി മരക്കാറിൻ്റെ ഓർമ്മകൾ ഉയരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ സംവിധാനങ്ങൾക്കെതിരിൽ ചരിത്രത്തിൽ ഉയർന്ന ശക്തമായ സമരങ്ങളുടെ ഓർമ്മകൾക്ക് ഭൂമികയായി മാറിയ മണ്ണിൽ നവോത്ഥാനത്തിൻ്റെ ഉശിരും നവോത്ഥാനത്തിൻ്റെ ഉയിരും അതിശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തന പദ്ധതികൾ ഫീൽഡിൽ ശക്തിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായും ഈ പ്രോഗ്രാം നടക്കുന്നത് എന്ന കാര്യം നമുക്ക് ഒരല്പ ആശ്വാസത്തിന് വകയുള്ള സംഗതിയാണ്. യഥാർത്ഥത്തിൽ 19ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടം വരെയുള്ള ചരിത്രപരമായ മനുഷ്യൻ്റെ യാത്രയും 19ാം നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഉണ്ടായ മനുഷ്യൻ്റെ യാത്രയും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രത്യേകത, അല്ലെങ്കിൽ മനുഷ്യ വികാസത്തിൻ്റെയും മനുഷ്യ വളർച്ചയുടെയും സ്വതന്ത്ര ചിന്തയുടെയും മുന്നേറ്റങ്ങളുടെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും നവോത്ഥാന നായകരുടെയും ഒക്കെ കടന്നുവരവിൻ്റെ തന്നെ അടിസ്ഥാനപരമായ ഘടകം ആ കാലഘട്ടങ്ങളിലുണ്ടായ ഏറ്റവും സുപ്രധാനമായ 3 കണ്ടെത്തലുകളാണ്. അതിലൊന്നാമത്തെ കണ്ടെത്തൽ, പായ ഘടിപ്പിച്ച കപ്പലുകൾക്ക് പകരം പായക്കപ്പലുകൾക്ക് പകരം ആവിയന്ത്രം ഘടിപ്പിച്ച കപ്പൽ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുകയും മനുഷ്യൻ കണ്ടെത്തുകയും ചെയ്തു. അതോടൊപ്പം അവൻ്റെ യാത്രക്ക് അത്രയും കാലഘട്ടം ദിശ നിർണയിക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ വിശാലമായ സമുദ്രത്തിൻ്റെ ഓളങ്ങളിലൂടെ അവൻ യാത്ര ചെയ്യുന്നത് ഒരു ഭാഗത്തേക്ക്, അവൻ്റെ യാത്രയുടെ പെട്രോളും അവൻ്റെ യാത്രയുടെ ഇന്ധനവുമായ കാറ്റ് അവനെ നയിക്കുന്നത് മറ്റൊരു ഭാഗത്തേക്ക്, ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ട നാട്ടിലേക്ക് എത്തിപ്പെടാതെ പട്ടിണി കിടന്ന് കടലിൻ്റെ മധ്യത്തിൽ, വെള്ളത്തിൻ്റെ മധ്യത്തിൽ ഒരിറ്റു വെള്ളം കുടിക്കാതെ ആയിരങ്ങൾ മരിച്ചൊടുങ്ങിയ സമുദ്രത്തിലൂടെ അവൻ്റെ യാത്രക്ക് ഡയറക്ഷൻ നിശ്ചയിക്കാൻ, അവൻ്റെ യാത്രക്ക് കൃത്യമായ ദിശ നിശ്ചയിക്കാൻ വടക്ക് നോക്കി യന്ത്രം കണ്ടെത്തിയതും ഈ കാലഘട്ടത്തിലായിരുന്നു. മനുഷ്യൻ്റെ യാത്രക്ക് വേഗത കൂടി, മനുഷ്യൻ്റെ യാത്രയുടെ ദിശ നിർണയിക്കപ്പെട്ടു. ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് മനുഷ്യൻ യാത്ര നടത്തി എത്തിയപ്പോൾ അവൻ്റെ ആശയ പ്രചാരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടെത്തലുണ്ടായത്. അച്ചടിയന്ത്രത്തിൻ്റെയും ആവി ഘടിപ്പിച്ച കപ്പലിൻ്റെയും വടക്ക് നോക്കിയുടെയും കണ്ടെത്തലോടുകൂടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യങ്ങൾക്കും അവൻ്റെ പദ്ധതികൾക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ നഹ്മദുക യാ മൻ ഔളഹ്ത ലനാ സുബുലൽ ഹിദായ വഅൗസഖത അൻ ബസായിറനാ ഖശ്വതൽ ഗവായ വനുസല്ലി വനുസല്ലിമു അലാ മൻ അർസൽത ഇലൈനാ ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വഹുവ സിറാജൻ മനീറ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മളെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് പ്രോഗ്രാം അവസാനിപ്പിച്ച് നമസ്കാരത്തിനു വേണ്ടി നമ്മൾ പിരിഞ്ഞത്. വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ
ഒരുപക്ഷെ അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ ഈ വിഷയം അവതരിപ്പിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മാത്രം നടക്കാത്ത ഒരു മാനസികാവസ്ഥയും സാഹചര്യവും ഉണ്ട് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും ഇവിടുത്തെ പരിമിതികളെ ഉപയോഗപ്പെടുത്തി എല്ലാവരും വിഷയത്തിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. സലഫി പ്രസ്ഥാനത്തിൻ്റെ വൃത്തത്തിന് പുറത്തുള്ള സുഹൃത്തുക്കളോടാണ് വിശേഷിച്ചും എനിക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. നവോത്ഥാനം എന്ന വിഷയം കേൾക്കാൻ ഭംഗിയുള്ള അവകാശവാദങ്ങളുമായി ആർക്കും വരാവുന്ന ഒരു വിഷയമാണ്. റിനൈൻസൻസ് എന്ന പദം കേൾക്കാൻ ഏറെ സന്തോഷകരമാണെങ്കിലും പറയാൻ ഏറെ രസമാണെങ്കിലും നവോത്ഥാനം എന്നത്, തജ്ദീദ് എന്നത് സൃഷ്ടിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. അതിന് കണ്ണീരിൻ്റെ നനവും ത്യാഗത്തിൻ്റെ കിതപ്പുമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പൊതുവായ നവോത്ഥാന ചിത്രത്തെ, ലോകത്തെ പൊതുവായ നവോത്ഥാന ചിത്രത്തെ സംബന്ധിച്ച ഒരാമുഖത്തിൽ നിന്നാകണം ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണവും വായനയും പഠനവുമെന്ന വ്യക്തിപരമായ പക്ഷമാണ് യഥാർത്ഥത്തിൽ വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ലോകത്തുണ്ടായ 2-3 പ്രധാന കണ്ടെത്തലുകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. ഈ കണ്ടെത്തലുകൾ സംഭവിച്ചതോടുകൂടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വേഗതയ്ക്ക്, മനുഷ്യൻ്റെ യാത്രക്ക് വേഗത കൂടുകയും അവൻ്റെ ആശയപ്രചാരണങ്ങൾക്ക് വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്തു. ലോകത്തെ ആ ഒരു കാലഘട്ടത്തിൽ സമ്പൂർണമായി ഭരിച്ചിരുന്നത് ഇന്ത്യയാകട്ടെ, ഇന്ത്യയല്ലാത്ത രാജ്യങ്ങളാകട്ടെ, സൂര്യനസ്തമിക്കാത്ത ദേശം എന്ന് ഇന്നും അറിയപ്പെടുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ സംവിധാനത്തിൻ്റെ ഏറ്റവും ശക്തമായ ചരട് വലിച്ചിരുന്നത് അവരുടെ സഭകളായിരുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കണ്ടെത്തലുകൾ ചരിത്രത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയ ആഘാതമായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മനുഷ്യൻ്റെ സ്വതന്ത്രമായ അന്വേഷണങ്ങളുടെ വാതായനങ്ങളെ കൊട്ടിയടക്കുകയും ബൈബിളിലുള്ള ശാസ്ത്രീയ പരാമർശങ്ങളെ, ബൈബിളിലുള്ള ശാസ്ത്രീയാബദ്ധങ്ങളെ തുറന്നു കാണിക്കുന്നവർക്കു നേരെ ഇൻക്വിസിഷൻ കോർട്ട് മുറികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ആക്രമണങ്ങൾ ഒരുക്കുകയും ഇൻക്വിസിഷൻ കോർട്ട് മുറിയുടെ പടികളിറങ്ങി മനസ്സാക്ഷിയെ ചതിച്ച് തിരിച്ചു പോരുന്ന ഗലീലിയോ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും ശക്തമായ അപരാധത്തിൽ മനം നൊന്ത് വീണ്ടും കോടതിയിലേക്ക് കയറി ചെന്ന് താൻ ചെയ്ത കണ്ടെത്തലുകൾ, താൻ നടത്തിയ കണ്ടെത്തലുകൾ അത് ചരിത്രപരമാണ് എന്നും അത് പ്രാമാണികമാണ് എന്നും അത് ബൈബിളിനെതിരാണെങ്കിലും ഞാൻ അതിൽ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകം കടന്നുപോയത്. ഞാൻ പറയുന്നത്, സ്വതന്ത്ര ചിന്തയെ കെട്ടിയിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്വതന്ത്ര ചിന്തയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും മനുഷ്യധിഷണകൾക്ക് ചെങ്ങല വെക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ്റെ സ്വതന്ത്രാന്വേഷണത്തിൻ്റെ വാതായനങ്ങൾ വളരെ വ്യക്തമായി തുറക്കപ്പെടുകയും അച്ചടി യന്ത്രവും ആവിക്കപ്പലും അതേപോലെ തന്നെ വടക്കു നോക്കിയും വന്നതോടുകൂടെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് ആശയങ്ങൾ പ്രചരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഇവിടം മുതൽക്ക് നവോത്ഥാനം എന്ന സംരംഭവുമായി, അതല്ലെങ്കിൽ മനുഷ്യനെ ഉയർത്തണം, അവനെ വളർത്തണം, ആകാശത്തെ 1000 കോടി നക്ഷത്രങ്ങളിൽ ഒന്നിനെ തൻ്റെ കണ്ണിൻ്റെ തൊട്ടുമുന്നിൽ കൊണ്ടുവരാവുന്ന വിധമുള്ള അന്വേഷണാത്മകതയും അതിനുള്ള ശക്തിയും മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങളുമായി വ്യത്യസ്താർത്ഥത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങൾ ചരിത്രത്തിൽ നടന്നു. വിശേഷിച്ചും 3 രീതിയിലുള്ള പ്രക്രിയകളാണ് ചരിത്രത്തിൽ ഉണ്ടായത്. ഒന്നാമത്തത്, മനുഷ്യനെ നന്നാക്കാനും മനുഷ്യന് പരിവർത്തനമുണ്ടാക്കാനും മനുഷ്യർക്കിടയിലേക്ക് നവോത്ഥാനവും സംസ്കാരവും വിജയവും ഉന്നതിയും വളർച്ചയും കൊണ്ടുവരാനും ഒരിക്കലും തോക്കിൻ്റെയോ കത്തിയുടെയോ വാളിൻ്റെയോ സമരങ്ങളുടെയോ വിപ്ലവങ്ങളുടെയോ പേരിൽ സാധ്യമല്ല എന്ന വളരെ ശക്തമായ പ്രഖ്യാപനവുമായി മനുഷ്യൻ്റെ മനസ്സിലാണ് പരിവർത്തനം സംഭവിക്കേണ്ടത്.
മനുഷ്യന്റെ ആത്മാവിലേക്കാണ് പരിവർത്തനത്തിന്റെ രശ്മികളെ പ്രവേശിപ്പിക്കേണ്ടത്. മനുഷ്യന്റെ ബുദ്ധിയോടാണ് സംവദിക്കേണ്ടത്. മനുഷ്യബുദ്ധിയോട് സംവദിക്കാൻ, മനുഷ്യന്റെ ആത്മാവിലേക്ക് നവോത്ഥാനം എത്തിക്കാൻ, മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ ഒരിക്കലും AK-47 തോക്കുകൾക്കോ അതല്ലെങ്കിൽ ബോംബുകൾക്കോ ബോംബർ വിമാനങ്ങൾക്കോ മനുഷ്യന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കുന്ന കത്തികൾക്കോ സാധ്യമല്ലെന്നും, അതുകൊണ്ട് ഭൗതികമായ ചിന്തകളും അതല്ലെങ്കിൽ ഭൗതികമായ സംവാദങ്ങളും വളരെ ശക്തമായ ഇത്തരം മെസ്സേജ് കൈമാറ്റങ്ങളുമാണ് നടക്കേണ്ടത് എന്ന മാനസിക പരിവർത്തനമാണ് സംഭവിക്കേണ്ടത് എന്ന ഒരു പക്ഷം ലോകത്ത് ശക്തമായി നിലനിന്നു. മറ്റൊരു ഭാഗത്ത് മനുഷ്യനെ നന്നാക്കാനും മനുഷ്യനെ ഒന്നാക്കാനും നവോത്ഥാനം കൊണ്ടുവരാനും മനുഷ്യർക്കിടയിലെ ഇത്തരം വൃത്തികേടുകളെ ഉന്മൂലനം ചെയ്യാനും മനുഷ്യനെ വിദ്യാഭ്യാസപരമായി വളർത്താനും ഒക്കെയുള്ള തടസ്സം ഇവിടുത്തെ ഭരണാധികാരികളും സ്വേച്ഛാധിപതികളും അതേപോലെ തന്നെ നാടുവാഴികളും ഒക്കെയാണ്. അതുകൊണ്ട് അവർക്കെതിരിൽ ഈ നിലക്കുള്ള നീക്കങ്ങൾ കൊണ്ടൊന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ലെന്ന ഒരു ചിന്താധാര ശക്തമായി ലോകത്തിന്റെ എല്ലാ കോണുകളിലും വ്യത്യസ്ത വ്യക്തികളുടെ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളുടെ ഒരു കോർഡിനേഷനോടുകൂടെ ഉള്ള പ്രവർത്തനം അല്ലെങ്കിൽ തന്നെ വളരെ ശക്തമായ നിലക്ക് തുടർന്നുകൊണ്ടിരുന്നു. ഇന്നും അതിന്റെ തുടർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ പക്ഷം മനുഷ്യന് സംസ്കാര സമ്പന്നതയും ഉന്നതിയും കൈവരണമെങ്കിൽ പച്ചയായ സാമൂഹിക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും ഏതെങ്കിലും ഗുഹാന്തർഭാഗങ്ങളിൽ പോയി ജപമാലയും തസ്ബീഹുമാലയും പിടിച്ച് മനുഷ്യൻ മന്ത്രധ്വനികളിലും പ്രാർത്ഥനകളിലും കാലം കഴിക്കുകയും ചെയ്യണമെന്ന ഒരു ചിന്താധാര യഥാർത്ഥത്തിൽ ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി തന്നെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നവോത്ഥാന ശ്രമങ്ങളെ വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത രൂപത്തിലും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, ഇതിലേറ്റവും സ്വാധീനമുണ്ടാക്കിയതും ഇതിലേറ്റവും പരിവർത്തനമുണ്ടാക്കിയതും ഇതിലേറ്റവും നിലനിൽക്കുന്നതുമായ ശക്തമായ നവോത്ഥാന ശ്രമങ്ങൾ ആരുടേതായിരുന്നുവെന്നത് ചരിത്രത്തിൽ അതും വേർതിരിച്ച പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാൻ കേരളത്തിന്റെ ഒരു പരിമിതിയിലേക്കും കേരളത്തിന്റെ ഒരു വൃത്തത്തിലേക്കും തിരിച്ചെത്തുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ, വളരെ ആധികാരികതയോടുകൂടെ, വളരെ പ്രാമാണികതയോടുകൂടെ ചരിത്രത്തിന്റെ തെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയും. മാനസിക പരിവർത്തനത്തിലൂടെ മാത്രമേ, മനുഷ്യന്റെ ബുദ്ധിയോടുള്ള സംഭാഷണത്തിലൂടെ മാത്രമേ, മനുഷ്യന്റെ മനസ്സിനോടുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആ തത്വത്തെയും ആ സിദ്ധാന്തത്തെയും ഖുർആനിക വിപ്ലവത്തിന്റെ അതല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ പ്രയോഗം ഖുർആനിന്റെ വിചാര വിപ്ലവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് സലഫി പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ ഈ രംഗത്ത് അവരുടെ പരിവർത്തന പ്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത്. ലോകത്ത് കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ലോകത്ത് ഓർഗനൈസേഷനുകൾ ഉണ്ടായിട്ടുണ്ട്, ലോകത്ത് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല മുന്നേറ്റങ്ങളുടെയും പല ഓർഗനൈസേഷനുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചവരുടെ അതിന്റെ പിന്നിലുള്ള പ്രേരകം, പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് പിന്നിൽ പണിയെടുത്തവർക്ക് ആ പ്രത്യയ ശാസ്ത്രങ്ങളെ നയിക്കാനുള്ള പ്രേരകം അവരുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തു കൂട്ടിയ തിന്മകളായിരുന്നു. രാജകീയ ജീവിതത്തോടു കൂടെ നാട്ടിലെ പാവപ്പെട്ടവന്റെയും നാട്ടിലെ പണിക്കാരന്റെയും നികുതിപ്പണം കൊണ്ട് ദൂർത്തടിച്ച് തന്റെ കൊട്ടാര മട്ടുപ്പാവിൽ കുടുംബത്തോടു കൂടെ അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് ജീവിക്കുന്ന ജീവിത സായാന്തനങ്ങൾക്കിടയിൽ എന്നോ എവിടെയോ ഈ പച്ചയായ ഈ വൃത്തികെട്ട ഈ തിന്മകൾ നിറഞ്ഞ അഹങ്കാരത്തിന്റെ കുതിരപ്പുറത്തേറിയുള്ള യാത്രക്കിടയിൽ ഈ ജീവിതം മടുത്തപ്പോൾ ഏതോ മരത്തിന്റെ ചുവട്ടിൽ പ്രാർത്ഥനയോടുകൂടെ ധ്യാനത്തോടുകൂടെ ഇരിക്കുകയും എന്നിട്ട് സമ്പൂർണമായ ലാളിത്യത്തിലേക്കും താൻ ചെയ്തു കൂട്ടിയ തിന്മകളുടെ കൂമ്പാരത്തിന്റെ നേരെ നോക്കിയുള്ള പശ്ചാത്താപ പ്രാർത്ഥനയിലേക്ക് മാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്ത ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറുഭാഗത്ത് മതത്തിന്റെ ലേബലിൽ അറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ ക്രൈസ്തവ സഭകളുടെ മനുഷ്യബുദ്ധിയോടുള്ള മനുഷ്യന്റെ ദിഷണയോടുള്ള തെറ്റായ സമീപനത്തിൽ നിന്ന് വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകി പടപ്പുറപ്പാടുമായി ചരിത്രത്തിലേക്ക് കടന്നുവന്ന് പട നയിച്ചവർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും മറുഭാഗത്ത് നമ്മൾ കാണുന്ന വേറിട്ട മറ്റൊരു ചിത്രം, പണക്കാരനും പണിക്കാരനും ജീവിക്കുന്നിടത്തെ അവിടുത്തെ വ്യത്യസ്തതകളെയും അതിലെ വിദൂരതകളെയും കണക്ക് കൂട്ടി
പണക്കാരന്റെ കയ്യിലെ പണം പണിക്കാരന്റെ കയ്യിലേക്ക് എത്തിക്കണമെന്ന വിചാരത്തോടു കൂടെ നൈമിഷികമായ പദ്ധതികളുമായി ചരിത്രത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സലഫി പ്രസ്ഥാനം കഴിഞ്ഞ 100 വർഷങ്ങളിൽ കേരളത്തിൽ ചെയ്തു തീർത്ത നവോത്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ശക്തമായി 2 പോയിന്റുകൾ നമ്മൾ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യണം. ഒന്ന്, ഈ നവോത്ഥാന ശ്രമങ്ങൾക്ക് വേണ്ടി, ഈ ഉണ്ടാക്കിയ മാറ്റങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ വെള്ളംകോരിയുടെ മകൻ വെള്ളംകോരിയായും, പണിക്കാരന്റെ മകൻ പണിക്കാരനായും, ബാർബറുടെ മകൻ ബാർബറായും, ഇവിടുത്തെ തോട്ടിയുടെ മകൻ തോട്ടിയായും ജനിച്ച് ജീവിച്ച് വളർന്നു പോന്നിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ബ്യൂറോക്രസിയുടെ കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗത്തിലേക്ക് വ്യക്തികളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അതിന്റെ അപ്പുറത്ത് ഭരണസിരാ കേന്ദ്രങ്ങളുടെ പടികൾ കയറി ചെന്ന് രാജ്യത്തിനും നാടിനും നന്മകൾ ചെയ്യുന്ന പാർലമെന്റേറിയന്മാരെ സൃഷ്ടിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിയപ്പോൾ തെരുവ് കച്ചവടക്കാരനായ പിതാവിന്റെ പുത്രൻ ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനികളുടെ മാനേജർ പോസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായ ഈ വിസ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് സലഫി പ്രസ്ഥാനത്തിന്റെ മുൻകാലത്തുള്ള ആളുകൾ അവര് സ്വീകരിച്ചത് നവോത്ഥാനത്തിന്റെ ഖുർആനിക പരിപ്രേക്ഷമായിരുന്നു. അവര് തോക്കെടുത്തില്ല, അവർ കത്തിയെടുത്തില്ല, അവർ രഹസ്യയോഗം വിളിച്ചില്ല, അവര് വിളക്കുകൾ മുഴുവൻ അണച്ചതിന്റെ ശേഷം ഒരു മെഴുകുതിരിവട്ടത്തിന്റെ അരികിലിരുന്ന നിഗൂഢ ചർച്ചകൾ നടത്തി. ഇവിടുത്തെ ഹിന്ദുക്കൾ താമസിക്കുന്ന ചേരികളിലേക്കോ മറ്റാരെങ്കിലും താമസിക്കുന്ന ഇടങ്ങളിലേക്കോ പോയി അവരുടെ വയറ്റത്ത് പിന്നെ കത്തി കുത്തിയിറക്കിയുള്ള അത്തരം രീതികളിലേക്ക് പോയില്ല. മറിച്ച് വളരെ കൃത്യമായ ഖുർആനിക നവോത്ഥാനത്തിന്റെ രീതിശാസ്ത്രത്തെ സ്വീകരിച്ചു. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ ഒരു കാര്യം, സലഫി പ്രസ്ഥാനം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധമതം ഉണ്ടാക്കിയതുപോലെയോ അതല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി, ഒരു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ഇവിടെ ജനിച്ചു വീണ മതങ്ങളുടെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ മതങ്ങൾ വന്നതുപോലെയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു നൈമിഷികമായ വിചാരത്തിൽ നിന്നുണ്ടായ ലഹളകളിലൂടെയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം ഉണ്ടായത്. പച്ചയായി നമ്മൾ മനസ്സിലാക്കണം. സലഫി പ്രസ്ഥാനം ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ വിജയത്തിന്റെ വിപ്ലവത്തിന്റെ കഥകൾ നമ്മൾ പറഞ്ഞില്ലെങ്കിലും സമൂഹം ഉച്ചൈസ്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലേ? വിശ്വാസരംഗത്ത് ഈ സമൂഹം സ്വീകരിച്ചിരുന്ന നിലപാടെന്താണ്? വിശ്വാസരംഗത്ത് ഇവിടെ മാലിക് ദീനാറും അദ്ദേഹത്തിന്റെ സംഘവും കടൽ കടന്നെത്തി തിരമാലകളെ തള്ളിമാറ്റി തൗഹീദിന്റെ പ്രബോധനമെന്ന അജണ്ട ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് ചരിത്രത്തിൽ പ്രവാചകനോട് യാത്ര പറഞ്ഞ് പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് ഇവിടെ എത്തിയതിന്റെ ശേഷം ഇവിടെ നടന്ന കൺവേർഷൻസ്, സ്വാഭാവികമായും ഇവിടെയുള്ള വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് കടന്നെത്തിയവർക്ക് ഇസ്ലാമിന്റെ സാഹോദര്യവും ഇസ്ലാമിന്റെ മാനവിക മുഖവും ഇസ്ലാമിന്റെ ഉച്ചനീചത്വങ്ങളില്ലാത്ത മാനസികാവസ്ഥയും ഇതൊക്കെ വളരെ ശക്തമായി സ്വാധീനിച്ചപ്പോൾ തന്നെ വിശ്വാസരംഗത്ത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ദൈവങ്ങളായിരുന്നു, അല്ലെ? ഓരോ കാര്യങ്ങൾക്ക് ഓരോ ദൈവങ്ങൾ. വീട്ടിൽ ഉറുമ്പ് വന്നാൽ സുലൈമാൻ നബിക്ക് നേർച്ച. സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ന്യായം മാത്രമാണ് അത് പഠിപ്പിച്ച ഉസ്താദിനുണ്ടായത്, അല്ലേ? ഇനി കയ്യിനും കാലിനും കണ്ണിനൊക്കെ കേടുവന്നാൽ ഈ റോട്ടിലൂടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഷെയ്ഖിന്റെ പള്ളിയിൽ അവിടെ നടക്കുന്ന നേർച്ച സ്ഥലത്തേക്കാണ് നേർച്ച, അല്ലെ? ഓർത്തോ ഡിപ്പാർട്ട്മെന്റായി ഖബറുകളുടെ കൂട്ടത്തിലെ ഓർത്തുവായി വർക്ക് ചെയ്യുന്ന ഖബറായി അത് നിലനിന്നിരുന്നു. ഞാൻ പറയുന്നത് ഇത്തരം സാമൂഹിക അന്തരീക്ഷത്തിലൂടെ പോകുമ്പോഴും ചികിത്സിക്കാൻ പണമുണ്ടായിട്ടും ചികിത്സക്ക് പോകാത്തവരും അതേപോലെ തന്നെ ഡോക്ടറെ കാണാത്തവരും ഡോക്ടറെ കാണുന്നത് തെറ്റായി ചിന്തിച്ചിരുന്നവരും ഒക്കെയുള്ള ഒരു സമൂഹത്തെ സലഫി പ്രസ്ഥാനത്തിന് ഈ പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിഞ്ഞതെങ്ങനെയെന്ന പോയിന്റിലേക്ക് കൃത്യമായി വരാൻ നമുക്ക് പറ്റണം. എവിടെ നിന്ന് ആരംഭിച്ചു, എവിടെ എത്തിച്ചേർന്നു? എവിടെ നിന്ന് ആരംഭിച്ചു, എവിടെ എത്തിച്ചേർന്നു? എത്തിച്ചേർന്നപ്പോൾ നാം കടന്നു വന്ന വഴികളിൽ 1000 കെടാവിളക്കുകൾ നമ്മൾ സ്ഥാപിച്ചു. 1000 പ്രകാശഗോപുരങ്ങൾ നമ്മൾ പണിതു. പ്രകാശഗോപുരങ്ങൾ പണിത് യാത്രകൾ നടത്തി ചരിത്രത്തിലെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കി തിരിച്ചു നോക്കിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കടാവിളക്കുകൾക്ക് താഴെ ചില ആളുകൾ എഴുതി വെച്ചു, റിനൈസൻസ്, തജ്ദീദ്, നവോത്ഥാനം, ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്.
ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, ഇത് ഞങ്ങളെ ഉസ്താദ് ഉണ്ടാക്കിയതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ മുസ്ലിം സമൂഹത്തിന് വിശേഷിച്ചും ഇവിടുത്തെ അല്ലാത്ത ജനപദങ്ങൾക്ക് പ്രത്യേകിച്ചും നമ്മൾ ഉണ്ടാക്കി കൊടുത്ത റോഡ് വേ, ആ വഴിയിൽ നമ്മൾ സ്ഥാപിച്ച കടാവിളക്കുകൾ കത്തിയത് എങ്ങനെയായിരുന്നു? നമ്മൾ സ്ഥാപിച്ച കടാവിളക്കുകൾ കത്തിയത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ ഏതെങ്കിലും 4 ആളുകളെത്തി ഇവിടെയുള്ള ചില ആളുകളെ വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് അവർക്ക് കുറിപ്പ് കൊടുത്ത് ഈ കുറിപ്പും കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തോട് ഇത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞതല്ല. നമുക്ക് ചിലരെ മറക്കാൻ സാധിക്കുകയില്ല, അല്ലേ? നമ്മൾ ആഘോഷിക്കുന്ന, നമ്മൾ ഉത്സവത്തോടു കൂടെ അഭിമാനിക്കുന്ന, നമ്മൾ ആത്മാർത്ഥമായി ഉജ്ജ്വലമായി കൈകളിലേന്തിയിരിക്കുന്ന ഈ കടാവിളക്കുകളുടെ യഥാർത്ഥ ഉടമസ്ഥരെ ഒരു കെട്ടിടത്തിന്റെ തറ പോലെ ആ കെട്ടിടത്തിന്റെ തറക്കടിയിൽ കിടക്കുന്ന ആ കല്ലുകളെ ആരും കാണാറില്ല. പക്ഷേ ആ കെട്ടിടത്തിന്റെ ചുമരിന്റെ പെയിന്റും ആ കെട്ടിടത്തിലെ ജനലിന്റെ ചില്ലും ആ കെട്ടിടത്തിലെ റൂമിന്റെ ഭംഗിയും ആ കെട്ടിടത്തിലെ ഫാനിന്റെ സൗകര്യങ്ങളും അവിടുത്തെ എസിയും അവിടുത്തെ ബാക്കിയെല്ലാം ആളുകൾ പറയുന്നു മനോഹരമായ വീട്. പക്ഷേ ഈ മനോഹരമായ വീടിനെ മണ്ണിന്റെ അടിയിൽ താങ്ങുന്ന തറയുണ്ട്. എങ്കിൽ നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഉജ്ജ്വലമായ വിപ്ലവങ്ങൾ, എല്ലാ രംഗത്തുമുള്ള ഉജ്ജ്വലമായ വിപ്ലവങ്ങൾ, മുസ്ലിങ്ങൾക്കുള്ള ഷാർപ്പ് ഗൈഡൻസ്, മുസ്ലിങ്ങൾക്കുള്ള ഷാർപ്പ് ഡയറക്ഷൻ, ഞാൻ വിചാരിക്കുന്നു ഏറ്റവും വലിയ വിപ്ലവം അതാണ്. വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളിൽ IAS-കാരുണ്ടായതിലേറെ, വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളിൽ ഉജ്ജ്വലരായ ഡോക്ടർമാരെ സൃഷ്ടിച്ചതിലേറെ, വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളിൽ എഞ്ചിനീയർമാരെ സൃഷ്ടിച്ചതിലേറെ, വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങൾ മുഴുവൻ ഒരു തൻ്റെ ഭാര്യ ഗർഭിണിയാകുന്ന ദിവസം കാൽക്കുലേറ്റ് ചെയ്യാണ് അയാൾ. എന്ത്? അവൾക്ക് 22 വയസ്സാകുമ്പോൾ കുഞ്ഞ് ജനിക്കുന്ന അന്ന് ഏത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അവളെ ചേർക്കണമെന്നിടത്തേക്ക് ആലോചിക്കുന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വളർന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു ഇതൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ വിപ്ലവം. ചികിത്സാ രംഗത്ത് ഉജ്ജ്വലമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലേ? ഇതൊന്നുമല്ല ഏറ്റവും വലിയ വിപ്ലവം. എന്താ അറിയോ? മുസ്ലിം സമൂഹത്തിനുള്ള ഷാർപ്പ് ഡയറക്ഷൻ, അതാണ് ഏറ്റവും വലിയ വിപ്ലവം. അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് എവിടെ നിന്ന് വന്നു എന്നത് കൃത്യമായിട്ട് കാണണം. മഹാനായ KM മൗലവി സാഹിബ് ആരാ? KM മൗലവി സാഹിബ് ആരാ? KM മൗലവി സാഹിബ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മക്കളും ബന്ധുക്കളും എല്ലാവരും ഷെയർ ചെയ്ത ഓർമ്മകൾ ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിലെ വളരെ പ്രമുഖനായ ചരിത്രകാരൻ, അല്ലേ? കേരളത്തിലെ വളരെ പ്രമുഖനായ ചരിത്രകാരൻ KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് എഴുതിയ വളരെ പ്രമുഖമായ പുസ്തകമുണ്ട്. പുസ്തകം വായിക്കണം നമ്മള്. എന്താ? ബഹുമാനനായ കാത്തിബ് മുഹമ്മദ് മൗലവി അദ്ദേഹത്തോട് ആരും നവോത്ഥാനം സൃഷ്ടിക്കാൻ പടയണിയിലേക്ക് ഇറങ്ങാനും ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ചരൽ കല്ലുകളും ഉരുളൻ കല്ലുകളും തലയിൽ വന്ന് പതിക്കുമ്പോൾ ചോര പൊട്ടിയ നെറ്റിത്തടത്തിലെ ചോര തുടച്ചുകൊണ്ട് ജനങ്ങളെ ഞാനിതാ വീണ്ടും പറയുന്നു എന്നിടത്തേക്ക് ഇറങ്ങാനും വേണ്ടി ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശമായിട്ട് വന്നിട്ടില്ല. പക്ഷേ രാത്രിയിലും പകലിലും അദ്ദേഹം പാരായണം ചെയ്ത വരികളും രാത്രിയിലും പകലിലും അദ്ദേഹത്തിന്റെ മനസ്സിനോട് സംവദിച്ച ഖുർആനിന്റെ അക്ഷരങ്ങളും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അവിടെ നിന്ന് ആരംഭിച്ചതാണ്, അല്ലേ? അപ്പൊ KM മൗലവിയെ സൃഷ്ടിച്ചത് ആരാ? KM മൗലവിയെ സൃഷ്ടിക്കാൻ ആരും എവിടുന്നും വന്നിട്ടില്ല. വഖം അബ്ദുൽ ഖാദർ മൗലവിയെ സൃഷ്ടിക്കാൻ ആരും എവിടുന്നും വന്നിട്ടില്ല. അതല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ സൃഷ്ടിക്കാൻ ആരും എവിടുന്നും വന്നിട്ടില്ല. മറിച്ച് അവര് കണ്ട സത്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ തുടങ്ങി. അവര് കണ്ട സത്യങ്ങളിൽ നമസ്കാരത്തിൽ ഹൃദയത്തിൽ വയറ്റത്ത് കൈകെട്ടി പ്രാർത്ഥിക്കുന്ന ശാഫിഈ മദ്ഹബുകാരൻ മുസ്ലിയാർ മൊല്ലാക്ക KM മൗലവി വിശുദ്ധ ഖുർആനിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് വായിക്കുന്നു. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമേ സഹായതട്ടമുള്ളൂ. ആകാശത്തിന്റെ സൃഷ്ടാവേ, ഭൂമിയുടെ സൃഷ്ടാവേ, കടലുകളുടെ സൃഷ്ടാവേ, പൂമ്പാറ്റയുടെ സൃഷ്ടാവേ, പടപ്പുകളുടെ മുഴുവൻ സൃഷ്ടാവേ, നിനക്ക് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. നിനക്കല്ലാത്തൊരു സൃഷ്ടിക്കും പ്രാർത്ഥനയില്ല. നിനക്ക് മാത്രമേ സഹായതേട്ടമുള്ളൂ. നീയല്ലാത്തൊരു സൃഷ്ടിക്കും സഹായതേട്ടമില്ല എന്ന പ്രതിജ്ഞാവാചകം ഉച്ചരിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് ഖബറാണ്. പുണ്യാത്മാവിന്റെ ഖബറിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുസ്ലിമിനെയാണ്. 27 അൻഡാവിന്റെ സൊഫിൽ പോലും കണ്ണീര് വരാത്ത
റമദാൻ മാസത്തിലെ 27-ാം രാവിന്റെ സൊഫിൽ പോലും കണ്ണീര് വരാത്ത, തന്നെ ലാളിച്ച് വളർത്തിയ പിതാവ് അപ്രതീക്ഷിതമായി മരിച്ചു കിടക്കുന്ന കട്ടിലിന്റെ അരികിൽ പോലും കണ്ണീര് വരാത്ത, വാവിട്ട് കരയാത്ത അർദ്ധനഗ്നയായ സ്ത്രീ അവര് ഖബറിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അരുതെന്ന് പറയാനുള്ള ആത്മശക്തി ഖുർആനിന്റെ വിചാര വിപ്ലവത്തിന്റെയും നവോത്ഥാനത്തിന്റെ രീതിശാസ്ത്രത്തിന്റെയും ഇടയിൽ നിന്ന് അദ്ദേഹം എടുത്തു പ്രയോഗിച്ചപ്പോൾ അത്രയും കാലം അട്ടിപ്പാത്രത്തിൽ ചോറ് കൊണ്ടുവന്നു കൊടുത്തവർ, സലാം പറഞ്ഞവർ, കൈമുത്തിയവർ അദ്ദേഹത്തോട് പ്രതിഷേധം പ്രകടിപ്പിച്ചു. നാട്ടുപ്രമാണിമാരുടെയും നാട്ടിലെ മുതലാളിമാരുടെയും നാട്ടിലെ അവരുടെ ഗുണ്ടകളുടെയും ഇടയിലൂടെ ശാന്തനായി സ്വച്ഛമായി അദ്ദേഹം യാത്രകൾ തുടർന്നു. ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറ 186 എന്താ? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ജനങ്ങളെ, സമീപസ്ഥനായ പടച്ച റബ്ബുണ്ടായിരിക്കെ ചുരവും കയറി നിങ്ങളെന്തിന് അജ്മീറിലേക്ക്, മുത്തുപ്പേട്ടയിലേക്ക്, മമ്പുറത്തേക്ക്, മടവൂർ ശൈഖിന്റെ അടുത്തേക്ക് പോകുന്നു മനുഷ്യരെ? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഫലസ്തജീബൂലി, എന്നോട് പ്രാർത്ഥിച്ചോളൂ. വൽയുമിനു ബി, എന്നെ വിശ്വസിച്ചോളൂ. ലഅല്ലക്കും യർഷദൂൻ, അല്ലേ, നിങ്ങൾ നേർമാർഗത്തിൽ എത്തിപ്പെട്ടേക്കാം. അദ്ദേഹം നിർത്തിയില്ല. താൻ കണ്ട സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനും നിന്നു. മഹാനായ KM മൗലവി ഇരുമ്പ് പട്ടിയുമായി അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് പള്ളികളിലേക്ക് യാത്രകൾ തുടർന്നുകൊണ്ടിരുന്നു. ജീവിക്കാൻ വകയില്ലാത്ത മനുഷ്യൻ എല്ലാം മറന്നു. അദ്ദേഹം ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയ അതേ വരികൾ, അതാ ഞാൻ പറഞ്ഞത്, ഷാർപ്പ് ഡയറക്ഷൻ അദ്ദേഹം കൊടുത്തു. വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങൾ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിച്ചോളൂ, അല്ലേ? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, ഞാൻ തരും നിങ്ങൾക്ക് ഉത്തരം. മനസ്സിന്റെ ഉള്ളിൽ നെരിപ്പോടായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയില്ലേ? ജീവിതത്തിന്റെ 22-ാമത്തെ വയസ്സിൽ വിവാഹിതനായി കയറി വന്ന് 26-ാമത്തെ വയസ്സിൽ തളർന്നുറങ്ങുന്ന ഭാര്യയെ കൈത്തണ്ടയിലേക്കിട്ട് കാഷ്വാലിറ്റിയിലെ ബെഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഡോക്ടർ, എന്തു വേണമെങ്കിലും തരാം, ഞാൻ എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് പറിച്ചു തരാം, പക്ഷേ എൻ്റെ പ്രിയതമയെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയുന്ന നിങ്ങളുടെ സങ്കീർണമായ പശ്ചാത്തലങ്ങളില്ലേ? അബൗദ്ധികം എന്ന് മനുഷ്യൻ പറയുന്ന, മനുഷ്യന് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത ആ പശ്ചാത്തലമില്ലേ? ചോദിച്ചോ, അവിടെ ഉത്തരം തരാൻ ഞാനുണ്ട്, ഉത്തരം തരാൻ ഞാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അക്രമിയായ ഈ മനുഷ്യൻ, കൈകളിൽ തിന്മയുടെ പാപവുമായി നിൽക്കുന്ന ഈ മനുഷ്യൻ, അഴിമതിക്കാരനായ ഈ മനുഷ്യൻ, വ്യഭിചാരിയായ ഈ മനുഷ്യൻ, വേശ്യാവൃത്തിക്ക് നേതൃത്വം നൽകിയ ഈ മനുഷ്യൻ തൻ്റെ പിഞ്ചോമനയെ കുടുംബാസൂത്രണത്തിന്റെ പേരിൽ അവളുടെ ഗർഭാശയ ഭിത്തിയിൽ വളരുന്ന തന്റെ രക്തത്തിന്റെ പിണ്ടത്തെ 12 ഗ്രാം മാംസക്കട്ടത്തെ ജ്യൂസ് അടിച്ച് കളഞ്ഞ ഈ മനുഷ്യൻ ഈ കറകളുള്ള കൈകളുമായി ആകാശങ്ങൾക്കുപരിയിലെ റബ്ബിനെ വിളിച്ചാൽ അവൻ കേൾക്കോ? ഖുർആൻ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമർ 53-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ പറഞ്ഞേക്കുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് തെറ്റ് ചെയ്ത മനുഷ്യരുണ്ട്, അവരോട് പറയാ. എന്താ പറയേണ്ടത്? ഇന്നി ഖരീബ്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. പടച്ച റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. അല്ലാഹു എല്ലാ പാപങ്ങളും എല്ലാ തിന്മകളും പുറത്തു കൊടുക്കണവനാണ്. അല്ലാഹു എല്ലാ തിന്മകളും വിട്ട് മാപ്പാക്കി കൊടുക്കണവനാണ്. ഞാൻ പറഞ്ഞെന്താ അറിയൂ, തൗഹീദുമായി ബന്ധപ്പെട്ട ഇത്തരം ആയത്തുകൾ ജീവിതത്തിൽ ഓതിയപ്പോഴൊക്കെ, ഇത്തരം ആയത്തുകൾ ഓതിയപ്പോഴൊക്കെ KM മൗലവി അസ്വസ്ഥനായിരുന്നു, വക്കം അബ്ദുൽ ഖാദർ മൗലവി അസ്വസ്ഥരായിരുന്നു. ഈ അസ്വസ്ഥതകൾക്കിടയിൽ നിന്ന് അവർ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചു. റോട്ടിൽ ഇറങ്ങുമ്പോൾ ഉരുളങ്കല്ലും കൊണ്ട് കാത്തു നിൽക്കുന്ന ജനത, പക്ഷെ അവര് ആ പ്രതിസന്ധിയെ എന്തൊക്കെയുണ്ടോ ആ പ്രതിസന്ധിയിൽ KM മൗലവി മെല്ലെ പ്രസംഗം നിർത്തി വീട്ടിലേക്ക് പോയി പള്ളിയിൽ പഴയ പോലത്തെ ഇമാമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ ജനങ്ങളെ മക്കാമുകൾക്ക് മുന്നിൽ കൈകൂപ്പുന്നവരായി ഈ ഇരിക്കുന്ന നമ്മൾ മാറുമായിരുന്നു.
അല്ലേ? അള്ളാഹു ആ മഹാനുഭാവന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രമാണികളുടെയും തമ്മാടികളുടെയും അക്രമികളുടെയും മധ്യത്തിലേക്ക് തൗഹീദിന്റെ ചാട്ടുളിയുമായി AK-47 റൈഫിളിനെക്കാളും ശക്തമായ മഹത്തായ ആയത്തുകളായിട്ട് അദ്ദേഹം ചെന്നു പഠിച്ചു പറഞ്ഞു. അപ്പോഴോ ചില സ്ഥലത്തൊക്കെ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി എടത്തനാട്ടുകര വന്ന് കിട്ടിയോടത്തൊക്കെ ആയത്തു ഹദീസോട് ഓതി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? പറഞ്ഞപ്പോഴോ അവിടെ ഉണ്ടായ മൗലിയാർ പറഞ്ഞു ഇതൊന്നും ശരിയല്ല. അപ്പോൾ പള്ളി കമ്മിറ്റി യോഗം കൂടിയിട്ട് പറഞ്ഞു സംഗതിയൊക്കെ റെഡി തന്നെയാണ്, പക്ഷേ പറപ്പൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയണതിൽ കാര്യമുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽക്ക് പറപ്പൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയണേ ആ രീതിയിലുള്ളതായിക്കോട്ടെ നമ്മുടെ പള്ളി അല്ലേ? ഇതാ അഷ്റഫ് കോടി ഇരിക്കുന്നുണ്ട്. 27 മഹല്ല ഒറ്റയടിക്ക് പോന്നു. എങ്ങനെ പോകുന്നവരെ നിങ്ങള്? തൂക്കെടുത്തിട്ടില്ല, നമ്മള് കത്തിയെടുത്തിട്ടില്ല. നവോത്ഥാന ചരിത്രത്തെ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ പഠിക്കട്ടെ. ലോകത്തെവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നു 333 വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പുന്ന ജനങ്ങളെ പ്രവാചകൻ വിളിച്ചു, യാ ഖൗമി യാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാത്ത്. ജനങ്ങളെ, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വിജയത്തിലേക്കാണ് മനുഷ്യരെ, സ്വർഗത്തിലേക്കാണ് മനുഷ്യരെ. വതദ്ഊനനി ഇലന്നാർ, നിങ്ങൾ എന്നെ വിളിക്കുന്നത് നരകത്തിലേക്കാണ് മനുഷ്യരെ. നിങ്ങൾ എന്നെ വിളിക്കുന്നത് തദ്ഊനനി ലിയക്ഫുറ ബില്ലാഹ്, ഞാൻ എൻ്റെ രക്ഷിതാവിൽ പങ്കു ചേർക്കണം, അവനെ നിഷേധിക്കണമെന്ന് പറയാനല്ലേ നിങ്ങളുടെ വിളി? അതുമാത്രല്ലേ നിങ്ങളെ ഞാൻ സ്വീകരിക്കാത്തതിൻ്റെ കാരണം? എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ കണ്ണിനോടും കയ്യിനോടും കാലിനോടും നെഞ്ചിനോടും അല്ല റസൂലുള്ളാഹ് യുദ്ധം ചെയ്ത്, മറിച്ച് മനുഷ്യന്റെ അന്തരംഗങ്ങളിൽ ഇരിക്കുന്ന ഹൃദയത്തോട്, മനുഷ്യദിഷണയോട് പടച്ചറബിന്റെ വചനങ്ങൾ വെച്ച് കയറി ചെന്നു. ഞാൻ പറയണത് എന്താ അറിയോ? തൗഹീദിന്റെ വിഷയത്തിൽ നമുക്കുണ്ടായ വെളിച്ചാണ് ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് കാര്യങ്ങൾ തിരിയാനും മനസ്സിലാക്കാനും അതേപോലെ ഈ ഒരു ടീം വർക്ക് സ്ഥാപിക്കാനും പറ്റിയത്. കെ മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇവരൊക്കെ പള്ളി ദർസിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണിൽ ചില ഹദീസുകൾ പെടുകയാണ്. ആ ഹദീസ് അത്രയും ദിവസം കണ്ടിട്ടില്ല. എന്താ? ഇമാം മുസ്ലിമിൻ്റെ ബാബ് ഇങ്ങനെയാണ് വായിക്കുമ്പോൾ, ഇമാം മുസ്ലിമിൻ്റെ കിതാബുൽ ജനായിസ് എടുത്തിട്ട്, കിതാബുൽ ജനായിസ് എടുക്കണം എന്തിനറിയോ? കിതാബുൽ ജനായിസ് എടുക്കുന്നത് മയ്യത്തിനെ എങ്ങനെ മറവ് ചെയ്യണം, മറമാടണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാ. പക്ഷെ അവിടെ വരുമ്പോൾ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിസൽ ഖബ്റു വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി, ഖബർ കെട്ടിപ്പൊക്കുന്നതും അതിന്മേൽ കുമ്മായം പൂശുന്നതും അതിന്മേൽ ഇരിക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ചിരിക്കുന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയ കണ്ണ് വലിയ മക്കാമ. സലഫി പ്രസ്ഥാനം എങ്ങനെ ഉണ്ടായതെന്ന് ഞാൻ പറയണത്. മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെ ഉണ്ടായതെന്നാണ് ഞാൻ പറയണത്. ഇത് ചാർട്ടേഡ് വിമാനത്തിൽ ആരെങ്കിലും വന്ന് ശക്തമായ പ്ലാനിങ് ഉണ്ടാക്കി അല്ലേ ഭരണകൂടത്തെ ഉപയോഗിച്ച് താഴോട്ട് ഇറങ്ങിച്ചെന്നതല്ല, മറിച്ച് അദ്ദേഹം കണ്ടു ഖബർ കെട്ടിപ്പൊക്കണീനെതിരുള്ളൊരു ഹദീസ്, മനസ്സസ്വസ്ഥമാണ്. ഇത്രയും ദിവസം കാണാത്തൊരു പുതിയ ഹദീസ് ജനങ്ങളോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം. അത് കഴിഞ്ഞ് ശറഹ് മുസ്ലിം അതിൻ്റെ താഴെ എങ്ങനെ വായിക്കുമ്പോൾ അടുത്ത ഹദീസ് എന്താ അറിയോ? റോമിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സ്വഹാബി മരിച്ചപ്പോൾ ബാക്കിയുള്ള സ്വഹാബികൾ അദ്ദേഹത്തിൻ്റെ ഖബർ ഒരു ചാണ ഉയർത്തിയതുള്ളൂ. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന സ്വഹാബി പറയാം, പിന്നെ ഒരു ചാണി ഞാൻ ഉയർത്താനുള്ള കാരണം എന്താ അറിയോ? ഒരു ചാണി ഞാൻ ഉയർത്താനുള്ള കാരണം സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിതസ്വിയതിഹ, അള്ളാഹുവിൻ്റെ റസൂൽ ഇതിങ്ങനെ പരത്താനും ഒരു ചാണ് ഉയർത്താനും പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ. KM മൗലവി എന്ന മുസ്ലിയാർ ജനങ്ങൾ കൊണ്ടുനടക്കുന്ന ചോറ് കഴിച്ച് അവരെ ചെലവിൽ ജീവിക്കുന്ന മുസ്ലിയാർ അദ്ദേഹം രണ്ടാമത്തെ ഹദീസ് കാണുക. ഷാഫി മദ്ഹബിലൊന്നും ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയല്ല. ഇമാം ഷാഫിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഓരൊക്കെ പറഞ്ഞത് ഇങ്ങനൊന്നും ആകൂല. കിതാബ് ദഫൻ എടുത്തിട്ട് ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞു പോകണടുത്ത് വൈന്നമാ ഉഹിബ്ബു അൻ യുസ്ഖസ അലാ വജ്ഹിൽ അർളി ശിബറ, ഭൂമിക്ക് മുകളിൽ ഒരു ചാണേ ഉയർത്താൻ പാടുള്ളൂ. KM മൗലവി ഞെട്ടാണ്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ
നവോത്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന ആളുകൾ ഞെട്ടാണ് അല്ലേ? തീർന്നില്ല. വഹാദ മദ്ഹബ് ഷാഫിഈ എന്ന് രണ്ടാം ഷാഫി എഴുതുക. ആരാ? ഇമാം നബവി തങ്ങൾ എഴുതുകയാണ്. ഞാൻ പറഞ്ഞ എങ്ങനെയാണ് സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഖബർ കെട്ടിപ്പൊക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തേക്ക് നമ്മൾ എത്തിയത്? സലഫി പ്രസ്ഥാനം എത്തിയത് കിതാബിൽ കണ്ടു. കിതാബിൽ കണ്ടത് പച്ചയായിട്ട് പറഞ്ഞു. ചോദിച്ചു, എവിടെയാണ് ഇത്രയും കാലം? എവിടെയായിരുന്നു? അല്ലേ? ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു നാട് ഭരിക്കാൻ ഒരു മുതലാളി ഉണ്ടാവും, ഒരു നാട് ഭരിക്കാൻ ഒരു നാട്ടുവാഴി ഉണ്ടാകും, അവിടുത്തെ പള്ളി വഖഫ് ചെയ്ത ഒരാളുണ്ടാകും. അയാൾ പറയുന്നതായിരിക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീന്. അയാൾക്കനുസരിച്ച് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് അവിടുത്തെ ഖത്തീബ് അല്ലേ? എന്താ പണ്ട് ആരോ പറയലുണ്ട്, ഒരു ആചാരമോനും കുറച്ച് ചെക്കന്മാരൊക്കെ കൂടെ ഒരു ചെറിയൊരു പണി, വേണ്ടാത്ത പണി ചെയ്തു. അവസാനം ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഇതിന് പരിഹാരം ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇതിൻ്റെ പരിഹാരം ഓരോ ഒലക്ക അങ്ങനെയാണ് എണീപ്പിച്ച് നിർത്തുക, എന്നിട്ട് ആ ഒലക്ക മൂടുന്നത് വരെ നെല്ല് കൊണ്ടെന്നിടുക. അപ്പോൾ പിന്നെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൂപ്പര മോനുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എണീപ്പിച്ചെന്നെ നിർത്തണം എന്നില്ല, സംഗതിയാണ് ചെരിച്ച് കടത്തിയാലും കുഴപ്പമില്ല എന്നും ഒരു മസല ഉണ്ട് അല്ലേ? എണീപ്പിച്ച് നിർത്തിക്കൊള്ളുന്നില്ല, എന്നിട്ട് കൊണ്ടെന്നിടണ്ട, ഇങ്ങനെ കടത്തിയിട്ട് അതിൻ്റെ മേലിട്ടാലും മതിയെന്ന്. ഈ ജാതി മാനസികാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെന്ന് നിന്നിരുന്നത്. ആ പണ്ഡിതന്മാർക്കിടയിലാണ് കെ എം മൗലവി കാര്യം പറയുന്നത്. നിങ്ങൾക്കറിയോ, കെ എം മൗലവി ഖുനൂത്ത് സ്റ്റോപ്പ് നിർത്തിയൊരു ദിവസം ഉണ്ടാകൂലോ? ഹദീസ് കണ്ടിട്ട് അദ്ദേഹം അത് ഒറ്റയടിക്ക് നിർത്തിയൊരു ദിവസമുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ടോ ഒന്നുമില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് പരിപാടിയില്ല, ഖുനൂത്തില്ല. എന്തേ? അതെ, ഞാനൊരു ഹദീസ് കണ്ടിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും? ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളവിടെ കൊണ്ടേ നിർത്തുക. കെ മൗലവിൻ്റെ പിന്നിൽ നിസ്കരിച്ച് നമ്മളാണെന്ന് വിചാരിക്കുക. എന്തൊക്കെ നടന്നിട്ടുണ്ടാകും? ഇതൊക്കെ അവഗണിച്ചു. കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എഴുതിയൊരു വാചകമുണ്ട്. ഞാനും കെ എം മൗലവിയും ഇങ്ങനെ നടന്നു പോകുക. അപ്പോൾ ഒരു ഗ്രാമത്തു കൂടെയാണ് പോണത്. അപ്പോൾ മൗലവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ട് മൗലവി, നമ്മൾ ആ ചായക്കടി കയറിയിട്ട് ഒരു ചായ കുടിച്ചാലോ? കെ മൗലവി എൻ്റെ അടുത്ത് പറഞ്ഞു, മോന് പോയി കുടിച്ചു വാ. പോയി കുടിച്ചു, തിരിച്ചു വന്നു. യാത്ര തുടർന്നപ്പോൾ പറഞ്ഞു, അനക്ക് കിട്ടണേ ഒരു ഗ്ലാസ് ചായ, അത് മുടക്കണ്ടെന്ന് ഞാൻ വിചാരിച്ച്. ഞാൻ കെ എം മൗലവിയാണെന്ന് അറിഞ്ഞാൽ ചായ കിട്ടൂല എന്ന് മാത്രമല്ല, വേറെ പലതും കിട്ടുകയും ചെയ്യും കുട്ടിയെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് കേൾക്കുമ്പോൾ തമാശയാണ് തോന്നണത്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഈ തറൻ്റെ മുകളിൽ അല്ലേ, കല്ലുകൾക്കു താഴെ ഇങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട്. ഇതെന്തുകൊണ്ടാണ് വന്നറിയങ്ങൾ? സലഫി പ്രസ്ഥാനം അതിൻ്റെ നവോത്ഥാനം മുഴുവൻ സൃഷ്ടിച്ചത് പ്രമാണങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, പച്ചയായി വെട്ടിത്തുറന്ന് കാര്യങ്ങളായിട്ട് അദ്ദേഹം സമൂഹത്തിലേക്ക് വന്നു. അപ്പോഴോ ഈ ഒരു മൂവ്മെൻ്റ് ഇങ്ങനെ ശക്തമായി ഇങ്ങനെ വന്നപ്പോൾ പല നാട്ടിലും ഈ അഭിപ്രായമുള്ള ആളുകൾ അവർ തമ്മിൽ പരസ്പരം കാണുന്നു, സംസാരിക്കുന്നു അല്ലേ? മുസ്ലിങ്ങൾക്കിടയിലെ കക്ഷി വഴക്കുകൾ പരിഹരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ഐക്യസംഘം ഉണ്ടാക്കുന്നു, നിഷ്പക്ഷ സംഘം ഉണ്ടാക്കുന്നു. നിഷ്പക്ഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ലൈവായി സമൂഹത്തിൽ പല പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. നാടിൻ്റെ പല ഭാഗത്തുനിന്ന് ആവശ്യം വരുന്നു. ഐക്യസംഘമായി കേരള മുസ്ലിം ഐക്യസംഘമായി പരിവർത്തിതമാകുന്നു. കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യർ അവർ യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ലാത്ത നടപ്പാതകളിലൂടെ അല്ലേ നഗ്നബാധരായി ചരിത്രത്തിനു വേണ്ടി, അള്ളാഹുവിനു വേണ്ടി അവർ നടത്തിയ യാത്രകൾക്കിടയിൽ അവർ സ്വപ്നം കണ്ടു, മനസ്സിനെയും മസ്തിഷ്കത്തെയും സമുദായത്തിന് കൊടുത്തു. അപ്പൊ അവരറിഞ്ഞു, പണ്ഡിതന്മാരെ അവരെ സ്വന്തം കാലിൽ നിർത്തി തെളിവുകൾ സമൂഹത്തിന്റെ മുന്നിൽ വെട്ടിത്തുറന്നു പറയുന്ന, സമൂഹം സൃഷ്ടിക്കുന്ന ഈ അണക്കെട്ടുകൾക്ക് മുകളിൽ ആയത്തിന്റെയും ഹദീസിന്റെയും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ടീമിനെ, പണ്ഡിത കൂട്ടായ്മയെ സൃഷ്ടിച്ചാൽ മാത്രമേ ഇതൊരു മൂവ്മെന്റായി മാറുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ലോക ചരിത്രത്തിൽ വേറെ എവിടെ ഉണ്ടാകാത്ത ഒരു നവോത്ഥാനത്തിന്റെ പ്ലാനിങ് രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ വന്നു, പണ്ഡിതന്മാർ യോഗങ്ങൾ കൂടി അല്ലേ, അവർ വിഷയങ്ങൾ വ്യവച്ഛേദിച്ചു, പരസ്പരം ഷെയർ ചെയ്തു. കെ മൗലവിക്ക് അറിയാത്തത് ഇപ്പുറത്തുനിന്ന് വേറൊരാൾ പറഞ്ഞു കൊടുത്തു, ഇപ്പുറത്തുനിന്ന് അറിയാത്തത് അപ്പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്തു, പരസ്പരം കൊണ്ടും കൊടുത്തു നിന്നു. എനിക്കറിയാം, ഒമാന AP അദ്ദേഹത്തിൻ്റെ അടുത്ത് കെ എം മൗലവിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ
ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ചെറിയൊരു റിസർച്ചിൻ്റെ ഒരു വർക്ക് എനിക്ക് നമ്മൾ അധ്യാപകർ തന്നിരുന്നു. KM മൗലവിനെ കുറിച്ച് അറിയാനും വായിക്കാനും പഠിക്കാനൊക്കെ വേണ്ടി മൗലവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മൗലവി പറഞ്ഞു, ഞങ്ങൾ തിരൂരങ്ങാടി യത്തീംഖാനയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ പലരും ഉണ്ട്. അങ്ങനെ അവരെ അങ്ങനെ ഓരോരുത്തരെയും പേര് പറഞ്ഞിട്ട് ഇവരൊക്കെ ഉണ്ട് അവിടെ. ഏറ്റവും ചെറിയത് ഞാനാണ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഇരിക്കുക, എന്നെ ഇരുത്തി. അപ്പോൾ ഒരു കാക്ക വന്നിട്ട് നേരെ ഈ ജനലിൻ്റെ കമ്പിമാടെ വന്നിരുന്നു, അല്ലെങ്കിൽ ആ മരത്തുമ്മ അവിടെ ഇങ്ങനെ വന്നു. ഒരിങ്ങനെ കയ്യിൽ ഗ്ലാസ്സും ഉണ്ട്, നെയ്യപ്പം ഉണ്ട്, ഇങ്ങനെ കഴിക്കുകയാണ്. പെട്ടെന്ന് കാക്കണ് വന്നിട്ട് നേരെ KM മൗലവിൻ്റെ കയ്യിലെ നെയ്യപ്പം കൊണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ആരോ പറഞ്ഞു പോൽ, മൗലവി നിങ്ങൾ ഇത്ര സാധുവാന്ന് കാക്കക്ക് പോലും അറിയാം അല്ലേ, നിങ്ങൾ ഇത്ര സാധുവാണെന്ന് കാക്കക്ക് പോലും അറിയാമെന്നാണ് ഞാൻ പറയണത്. ഇങ്ങനെ ഇത്ര എല്ലാ നിലക്കും സൂക്ഷ്മത പാലിച്ച് ഇങ്ങനെ ജീവിച്ചു പോണ ഈ വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആലോചിക്കുകയാണ്. പണ്ഡിതന്മാർ മാത്രമായാൽ പറ്റൂല, പൊതുജനത്തിന് അജണ്ട കൊടുക്കണം, പൊതുജനത്തിന് വിഷയം കൊടുക്കണം അല്ലേ. കേരള നദുവത്തുൽ മുജാഹിദീൻ ഉണ്ടായി. കേരള നദുവത്തുൽ മുജാഹിദീൻ അതിൻ്റെ ശക്തമായ യാത്രകൾ ഇങ്ങനെ നടന്നു. സ്വാഭാവികമായിട്ടും യുവജനങ്ങൾക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ടീമുണ്ടാകണം, വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ടീമുണ്ടാകണം. ഞാൻ പറയണത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് നമ്മൾ ഇടപെടാത്ത ഏരിയ എവിടെ അല്ലേ? IMB നമുക്കുണ്ട്. ഇവിടുത്തെ സോഷ്യൽ വെൽഫെയർ രംഗത്ത് നമ്മളുണ്ട്. ഏത് രംഗത്ത് നമ്മളില്ലാത്തത്? പൊളിറ്റിക്കൽ രംഗത്ത് നമുക്കുള്ള കാഴ്ചപ്പാട് പോലത്തെ കാഴ്ചപ്പാട് വേറെ ആർക്കും ഇല്ല. കേരളത്തിലെ മതസംഘടനകൾ നമ്മളെ നോക്കി അസൂയപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുണ്ടാക്കിയ ഏറ്റവും വലിയ വിപ്ലവം എന്താ പറയുക? മുസ്ലിം സമൂഹത്തിന് കൊടുത്ത ഡയറക്ഷനാണ്. എന്താ ഡയറക്ഷൻ? ജനങ്ങളെ, നിങ്ങളെ വലുതും ചെറുതുമായ എല്ലാ കാര്യത്തിലെയും തീരുമാനത്തിൻ്റെ മടക്കം ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആക്കണം മനുഷ്യരെ എന്ന ഡയറക്ഷനോളം വലിയ വിപ്ലവമൊന്നുമില്ല. അത് ഞാൻ പറയുന്ന വാചകം ഉള്ളിലേക്ക് എടുത്തു വെച്ച് കേൾക്കണവന് വേ മനസ്സിലാകും അല്ലേ? യാതൊരുവിധ അടിമത്തങ്ങൾക്കും വിധേയമാകാത്ത പ്രഖ്യാപനാണത്. യാതൊരുവിധ അടിമത്തങ്ങൾക്ക് വിധേയമാകൂല. ഒരു മുരീദുമില്ല, ഒരു ശിഷ്യനുമില്ല. മുൻഗാമികൾ മനസ്സിലാക്കിയ ക്രമത്തിലും മുൻഗാമികൾ മനസ്സിലാക്കിയ രൂപത്തിലും ഖുർആനിനെ മനസ്സിലാക്കാനുള്ള അതിശക്തമായ നിർദ്ദേശം അത് സമൂഹത്തിന് കൊടുത്തപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങി, ഹദീസ് ക്ലാസ്സുകൾ തുടങ്ങി അല്ലേ? ഖുർആൻ ക്ലാസ്സുകളും ഹദീസ് ക്ലാസ്സുകളും സമൂഹത്തിൽ സജീവമായപ്പോൾ നമുക്കിടയിൽ വെളിച്ചം പരക്കാൻ തുടങ്ങി, അതിശക്തമായ വെളിച്ചം പരക്കാൻ തുടങ്ങി. അതുകൊണ്ട് 100 കൊല്ലങ്ങൾക്കപ്പുറത്ത് യാത്രയാരംഭിച്ച മയിൽക്കുറ്റിയുണ്ട് മനുഷ്യരെ. നമ്മൾ യാത്രയാരംഭിച്ച മയിൽക്കുറ്റി അത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കത്തുണ്ട്. മക്കത്ത് നിന്ന് യാത്രയാരംഭിച്ച ആ മയിൽക്കുറ്റി, കേരളത്തിലെത്തിപ്പെട്ട ആ മയിൽക്കുറ്റി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ രാത്രി ഉറങ്ങും മുമ്പ് ഇനിയും 1000 കിലോമീറ്റർ നമുക്ക് യാത്ര നടത്താനുണ്ട്. ആ യാത്രയുടെ അജണ്ട വളരെ കൃത്യമായി ക്രമീകരിക്കപ്പെട്ട അജണ്ട വ്യക്തിജീവിതത്തിലെ എല്ലാ തലങ്ങളിലും അല്ലെ, വ്യക്തിജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഖുർആനും പ്രവാചകന്റെ ചര്യയുമായിരിക്കണം. അത് മുൻഗാമികളുടെ രീതിയിലും റൂട്ടിലുമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടതും ആചരിക്കേണ്ടതും. ബഹുമാനനായ ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം എനിക്ക് പറയാനുള്ളൊരു വാചകം എന്താ അറിയോ? ഖുർആനും സുന്നത്തും മുൻഗാമികളുടെ കൃത്യമായ റൂട്ടനുസരിച്ച് സ്വീകരിക്കണമെന്ന ആശയം കേരളത്തിലെ മനുഷ്യരുടെ ബുദ്ധിയിലേക്ക്, തലയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചു അല്ലേ? ബഹുമാനനായ AP അദ്ദേഹത്തെ ഇങ്ങനെ കൈവച്ച് തടഞ്ഞത് കണ്ണുകൊണ്ട് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ചങ്ങരംകുളം സമ്മേളനത്തിന് ഇങ്ങനെ മൗലവിനെ എങ്ങനെ തടഞ്ഞ് അല്ലേ? വളണ്ടിയർക്ക് അറിയില്ല ഇത് മൗലവിയാണെന്ന്. വ്യക്തിക്ക് നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തില്ല, വ്യക്തിക്കൊരിക്കലും നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തില്ല. സലഫി പ്രസ്ഥാനം അതിനെ അഭിമാനപൂർവ്വം പറയാൻ പറ്റും. വ്യക്തിൻ്റെ വരവ്, വ്യക്തിൻ്റെ പോക്ക്, വ്യക്തിൻ്റെ യാത്ര, വ്യക്തിൻ്റെ ഇരുത്തം, അയാളെ നടത്തം, അയാളെ കടത്തം അല്ലേ, ഇതൊന്നും നമുക്ക് അജണ്ടയായിരുന്നില്ല. നമ്മുടെ അജണ്ട അതെന്താ അറിയോ? കഴിഞ്ഞ 100 വർഷത്തെ ഈ വിചാര വിപ്ലവത്തിൻ്റെ ഈ പരിവർത്തനങ്ങളുടെ കാരണം ഇതാണ്. ശ്രീ സച്ചാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യമനുസരിച്ച്
ഭരണകൂടം ഏൽപ്പിച്ച ദൗത്യമനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, വിശേഷിച്ച് മുസ്ലിങ്ങൾക്കിടയിലെ അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് ദീർഘമായ നാളുകളിൽ അദ്ദേഹവും സഹപ്രവർത്തകരും രാജ്യത്തിന്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നടത്തിയ പഠനത്തിന്റെ റിസൾട്ട് വെച്ചു. പിന്നെ അദ്ദേഹത്തിന് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിലെ, കൊൽക്കത്തയിലെ, ബംഗാളിലെ എന്നുവേണ്ട ഇന്ത്യയിലെ മേജർ പട്ടണങ്ങളിലെ തെരുവുകളിലൂടെ ഞാൻ യാത്ര നടത്തി. ആ തെരുവുകളിൽ മനുഷ്യൻ വലിക്കുന്ന വണ്ടി ഞാൻ കണ്ടു. കാളവണ്ടിയുടെ സ്ഥാനത്ത്, കാളക്കെട്ടിയ സ്ഥാനത്ത് മനുഷ്യൻ വലിക്കുന്ന വണ്ടി ഞാൻ കണ്ടു. ആ വണ്ടികൾ വലിച്ചവരെ കണ്ടപ്പോഴൊക്കെ ഞാൻ എൻ്റെ കാറ് നിർത്തി ഇറങ്ങി ചോദിച്ചു, നിങ്ങളെ പേരെന്താണ്? ആ പേരുകൾ മുഴുവൻ മുസ്ലിങ്ങളുടെ പേരായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. എന്തുകൊണ്ട് ഇവിടെ ഇതാ കോഴിക്കോട്ടങ്ങാടിയിൽ മനുഷ്യൻ വലിക്കുന്ന വണ്ടിയില്ല എന്നത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് മഞ്ചേരിക്കും കോഴിക്കോടിനുമിടയിൽ മനുഷ്യൻ വലിക്കുന്ന ഒരു വണ്ടിയെങ്കിലും കഴിഞ്ഞ 50 വർഷം കൊണ്ട് യാത്ര നടത്തിയിട്ടില്ല എന്നത് ആലോചിക്കണം. എന്റെ കാരണം എന്താ അറിയോ? അതിന്റെ കാരണം ഈ ഒരൊറ്റ സാധനാണ്. ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാ 59-ാമത്തെ വചനത്തിൽ പറഞ്ഞ ആ ചിന്തയില്ലേ, ആ ചിന്തക്ക് വേണ്ടി ഒരു സംഘടന ജീവിച്ചു, ആ ചിന്തക്ക് വേണ്ടി ഒരു ജനപദം ജീവിച്ചു, ആ ചിന്തക്ക് വേണ്ടി മുത്തന്നൂരിലെ തന്റെ വീട്ടിൽ മരിച്ചതിന്റെ ശേഷം ജനാസ എടുക്കാൻ തിരിഞ്ഞോക്കാൻ അയൽവാസി വരെ വന്നില്ല മൊല്ലാക്കാന്റെ അടുത്ത്. എന്താ അറിയോ? ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, മതത്തിൽ തർക്കമുണ്ടോ മനുഷ്യരെ? മതത്തിലെ തർക്കം നിങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്കും ഖതീബിന്റെ അടുത്തേക്കും അല്ല മടക്കേണ്ടത്, മറിച്ച് മടക്കേണ്ടത് ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. സ്വന്തം ബുദ്ധിയുടെ ഫ്രെയിം കൊണ്ടല്ല. ഈ ഖുർആൻ ആദ്യമായിട്ട് കേട്ടവരുണ്ട്, ആദ്യമായി പഠിച്ചവരുണ്ട്, ആദ്യമായി വായിച്ചവരുണ്ട്. അവരിതിനെങ്ങനെ വിലയിരുത്തി? അവരെ കുറിച്ച് റസൂൽ പറഞ്ഞു, ഒരു ദിവസം ചന്ദ്രൻ ഉദിച്ച പൂർണ്ണ ചന്ദ്രിക ആകാശത്ത് പൂത്തുലയുന്ന ഒരു രാത്രിയിൽ പ്രവാചകൻ പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ സുരക്ഷിത കവചമാണ്. ഫൈദാ ദഹബത്തിൻ നുജൂം, നക്ഷത്ര കോടികൾ ഉതിർന്നു വീണാൽ അതസമാംറുഹ, ആകാശമേ നിനക്ക് വിധിച്ചത് വരും, കഷ്ണം കഷ്ണമായി മനുഷ്യർക്ക് മുകളിൽ നീ വർഷിക്കും. ഇനിയോ വഅന അമനതുൽ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള സുരക്ഷിത കവചമാണ്, ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള സുരക്ഷിത കവചമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാൽ, ഞാൻ തിരിച്ചു പോയാൽ അവർക്ക് വിധിക്കപ്പെട്ടത് വരും അല്ലേ? ഇനിയോ അവർക്കിടയിലെ ഭിന്നത വന്നു. ഇനിയോ വാസഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് അവർ എൻ്റെ ഉമ്മത്തിനുള്ള സുരക്ഷിത കവചമാണ്. അവരിലൂടെ ഖുർആനിനെ കാണാൻ, അവരിലൂടെ ഹദീസിനെ കാണാൻ അവർ തയ്യാറാകുന്ന കാലത്തൊക്കെ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. ഞാൻ പറയണത് ഈ ലൈൻ സ്വീകരിച്ചതുകൊണ്ടല്ലേ മുത്തന്നൂരിലെ മൊല്ലാക്ക മരിച്ചപ്പോൾ കഫം ചെയ്യാൻ വരെ ആരും ഇല്ലാതിരുന്നത്. കിലോമീറ്ററുകൾ താണ്ടി മഞ്ചേരിയിലും അല്ലെ ഇടവണ്ണയ്ക്കുള്ള ആളുകൾ വന്ന് മയ്യത്തെടുത്ത് കൊണ്ടുപോയി പള്ളിൻ്റെ എത്തിയപ്പോൾ വാതിൽക്ക് തന്നെ ഉസ്താദും കൂട്ടരും നാട്ടുകാരും അല്ലേ, അവിടുത്തെ നാടുവാഴികളൊക്കെ അവർ മയ്യത്ത് വാങ്ങി അവിടെ കൊണ്ടുവച്ചു. 3 ദിവസം തുടർച്ചയായി ഇത് നടന്നു. ലോകത്ത് വേറെവിടെ ബദറിന്റെ രണഭൂമിയിൽ മുട്ടുകുത്തി പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. മിസ്അബിന്റെ ശരീരം കണ്ടപ്പോൾ മിസ്അബ് അങ്ങിറങ്ങിപ്പോന്ന വീട് ഏറ്റവും വലിയ പ്രതാപമുള്ള വീടാണ്. അങ്ങി ജീവിച്ച ജീവിതം അത് ഏറ്റവും ഉജ്ജ്വലമാണ്. നിങ്ങളുടെ പ്രവാചകനായ നേതാവായ സൈന്യാധിപനായ എനിക്ക് നിങ്ങൾക്ക് 3 കഷ്ണം തുണി തരാനില്ല, നിങ്ങളെന്നോട് ക്ഷമിക്കൂലേ മിസ്അബ് അങ്ങേക്കുള്ളത് അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് മിസ്അബ്. അപ്പൊ സ്വഹാബിയുടെ പുല്ലിങ്ങനെ പറിക്കുക, എന്തിനറിയോ? കാല് വെച്ച് കെട്ടാൻ. അതിന് സമാനാണ് മഞ്ചേരിക്കടുത്ത മുത്തന്നൂരിലെ അനുഭവം. പുഴുക്കളരിക്കാൻ തുടങ്ങി, പോലീസ് ഇടപെട്ടു, കലക്ടർ വന്നു അല്ലേ, മലപ്പുറം MSP വന്നു, മലപ്പുറം സ്പെഷ്യൽ പോലീസ് വന്നു. തോക്കിന്റെയും ചാട്ടവാറിന്റെയും അകൺപടിയോട് കൂടെ ഒരു വലിയ മനുഷ്യന്റെ ജനാസ മണ്ണിലേക്ക് വെച്ച് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് ചൊല്ലി വിറക്കുന്ന കൈകളോട് കൂടെ മണ്ണ് വാരിയിട്ട് അവർ പള്ളിക്കാട്ടിലെ കുറ്റിച്ചെടികളിൽ നിന്ന് 20, 25, 30 ആള് ഇറങ്ങി നടന്നത് എന്ത് സ്ഥാപിക്കാനായിരുന്നു എന്നറിയോ? KM മൗലവിയെ സൃഷ്ടിച്ച, വഖം അബ്ദുൽ ഖാദർ മൗലവിയെ സൃഷ്ടിച്ച ഈ മഹാചരിത്രം സൃഷ്ടിക്കാൻ. അതെന്താ? ഈ മനുഷ്യന് ഈ ദുരാനുഭവം വരാൻ കാരണം നാട്ടിൽ ഏതെങ്കിലും ആളെ മോളെ കല്യാണം കഴിച്ച് തൊലാക്കിയല്ലേതല്ല, മറിച്ച്
റസൂലുള്ളാഹി മരിച്ചോടത്ത് റസൂലുള്ള ചെയ്തതുപോലെ, കല്യാണത്തിങ്ങ് റസൂലുള്ള ചെയ്തതുപോലെ, അല്ലേ, ഖബറിങ്ങ് ചെല്ലുമ്പോൾ റസൂലുള്ള ചെയ്തതുപോലെ, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ, ഖുർആൻ പറഞ്ഞതുപോലെ എന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനിയും ഈ രാവ് ഉറങ്ങും മുമ്പ്, നാളെ പ്രഭാതമാകും മുമ്പ്, നാളെ പ്രഭാതത്തിൽ ഉദിച്ച സൂര്യൻ സായാന്തനത്തിലെ സായം സന്ധ്യയിൽ അറബിക്കടലിലേക്ക് ഇറങ്ങും മുമ്പ് നമുക്ക്1000 മൈൽ കുറ്റികൾ യാത്ര നടത്താനുണ്ട്. അതാണ് നമ്മുടെ സമ്മേളനങ്ങളുടെ പ്രത്യേകത, അല്ലേ. 50,000, 60,000, 70,000 പ്രഭാഷണങ്ങൾ, ലക്ഷക്കണക്കിന് പ്രഭാഷണങ്ങൾ എനിക്കറിയാം. വേദിയിലിരിക്കുന്ന ബഹുമാനനായ ടി.കെ. അഷ്റഫിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ദാവ ഓർഗനൈസ് ചെയ്തത്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടെ അതിശക്തമായി ദാവ നമ്മൾ കെട്ടഴിച്ചു വിട്ടു, അല്ലേ. ഓഫീസുകൾക്ക് ദിവസം, അതേപോലെ തന്നെ സ്കൂളുകൾക്ക് ദിവസം, പൊതുജനങ്ങൾക്ക് ദിവസം. നമ്മുടെ പണ്ഡിതന്മാർ സ്റ്റുഡിയോയിലിരുന്ന് പ്രസംഗിച്ച സീഡികൾ ആയിരങ്ങളുടെ കൈകളിലേക്ക് എത്തി, പുതിയ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തു. ഇനിയും ഈ സമ്മേളനത്തിന്റെ ഭാഗമായും അങ്ങനത്തെ ശക്തമായ ദഅവ കെട്ടഴിച്ചു വിടാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് സമ്മേളനം സാർത്ഥകമാകുന്നത്. അറബിക്കടലിന്റെ ഓരത്ത്, കുഞ്ഞാലി മരക്കാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന തീരത്ത്, നവോത്ഥാനത്തിന്റെ ചരിത്ര സ്മരണകളുമായി സംഗമിക്കുമ്പോൾ അടുത്ത 100 ആണ്ടുകൾ പിന്നിടുന്ന തലമുറക്ക് വെളിച്ചമാകാൻ, അല്ലേ, അടുത്ത 100 ആണ്ടുകൾ കഴിയുമ്പോൾ ഒരുമിച്ച് കൂടുന്ന ഇതേപോലത്തെ കവലയോഗങ്ങളിൽ, കുടുംബയോഗങ്ങളിൽ, പരസ്പരമുള്ള സമാഗമങ്ങളിൽ ചരിത്രം നമുക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ കെ.എം. മൗലവി സൃഷ്ടിച്ച സിദ്ധാന്തത്തെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. ആയുസ് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത ആശുപത്രിയിലെ വെന്റിലേറ്റർ ഈ കിടക്കുന്ന പേഷ്യന്റ് ഒടിഞ്ഞാൽ അടുത്തത് കിടക്കേണ്ടത് നമ്മളായിരിക്കും. ഒരുപക്ഷെ ഓർക്കുക, കൂടുതൽ ഗൗരവത്തോട് കൂടെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.